ഇവിടെ തമ്പാനൂരിൽ ഒരു വിഭാഗം KSRTC ബസ് ജീവനക്കാർ സമരത്തിലാണ്. തമ്പാനൂരിൽ ബസ്സുകൾ തടയുന്നുണ്ട്. യാത്രക്കാരില്ലാതെ ബസ് സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഡിപ്പോയിൽ തർക്കമുണ്ട്. തമ്പാനിൽ ആളുകളില്ലാതെ സർവീസ് നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ ഇപ്പോൾ തടയുന്നത്. സലിം മാലിക്കാണ് ആ വാർത്തയുടെ ഒരു ചെയ്യുന്നത്. സലിം, ഈ ആളുകളില്ലാതെ ബസ് സർവീസ് നടത്തുന്നുവെന്ന ആരോപണത്തിന്റെ വസ്തുത എന്താണ്? ഹാഷ്മി, അവർ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം അല്പസമയം മുൻപ് ഇവർ സമരക്കാർ തടഞ്ഞിട്ട ബസ്സാണ്. ആ ബസ്സിൽ ഒരാൾ പോലും, ഒരു യാത്രക്കാർ പോലും ഇല്ല എന്ന് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ്. ഒരാൾ പോലും ആ ബസ്സിലില്ല. പക്ഷേ ആ ബസ് സർവീസിന് ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആദ്യം തടഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സമരക്കാരുടെ ആ ആവശ്യത്തിൽ എന്തോ സത്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു ബസ് തടഞ്ഞിട്ടിരിക്കുന്ന ഈ ബസ്സിലാകെ എങ്ങനെ കൂട്ടിയാലും 8-10 പേർ മാത്രമാണ് യാത്രക്കാരുള്ളത്. കൃത്യമായി ഈ KSRTCയുടെ തന്നെ നിയമമുണ്ട്. കൃത്യം സീറ്റില്ലെങ്കിൽ ആ സർവീസ് നടത്തരുത്, KSRTC നഷ്ടത്തിലാക്കരുത് എന്നുള്ളത്. ഇതും ഒരേ റൂട്ടിലാണ് ഒരേ സമയം 2 ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അതും ആളില്ലാതെ സർവീസ് നടത്തുന്നു എന്നുള്ളതാണ്. അത് ഈ സമരം പൊളിക്കാനായി മനഃപൂർവ്വം താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ സമരം നടത്തുന്നത്. ഇപ്പോൾ വലിയ തർക്കം, പോലീസുമായി ഉൾപ്പെടെ വലിയ വാക്കുതർക്കം അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ തന്നെ ഈ സമരത്തിന് മതിയായ ആളുകൾ ഉണ്ടെങ്കിൽ ഈ സർവീസ് നടത്താമെന്നാണ് ഇപ്പോൾ സമരക്കാർ പറയുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? മതിയായ ആളുകൾ ഉണ്ടെങ്കിൽ ഈ സർവീസ് നടത്താമോ? തീർച്ചയായിട്ടും നടത്താം. അവർ 5-6 പേരെ വെച്ച് ഈ സർവീസ് നടത്തിയാൽ എങ്ങനെയാണ് ഇതൊന്ന് ലാഭത്തിൽ ഓടുന്നത്? എങ്ങനെ KSRTC നഷ്ടത്തിൽ പോകാതിരിക്കും? ഇതിന്റെ നഷ്ടമൊക്കെ ഞങ്ങളുടെ തലയ്ക്കല്ലേ വരുന്നത്? ഞങ്ങൾക്ക് ശമ്പളം ഇല്ല, DA ആയിരുന്നില്ല, എല്ലാം നഷ്ടത്തിന്റെ പേര് പറഞ്ഞല്ലേ. 6 പേരെയും വെച്ച് ഈ വണ്ടി 2 വണ്ടി ഒരേ റൂട്ടിൽ, കോട്ടയം വഴി 2 വണ്ടി ഒരേ റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടത്തി എങ്ങനെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്? അങ്ങനെ നടത്തരുതെന്ന് നിയമമുണ്ടോ? ഈ 5 നടത്തരുതെന്ന നിയമം ഉണ്ടെന്നല്ല, 10 വണ്ടിക്ക് ഒരു ഇൻസ്പെക്ടറെയും അത് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഒരു ഷെഡ്യൂള് രാവിലെ തുടങ്ങിയ ഒരു ഷെഡ്യൂളില്ല. ഒരു ട്രിപ്പ് പോയിട്ട് വന്നാൽ അതിൽ കണക്ഷൻ കുറഞ്ഞാൽ ആ ക്രൂ, കണ്ടക്ടറും ഡ്രൈവറും ഇൻസ്പെക്ടറും സമാധാനം പറയണം. ഇവിടെ വിളിച്ച് നിങ്ങൾ ഇൻസ്പെക്ടർ എടുത്തോ ഏറ്റെടുത്തോ ചോദിക്കും. സമരം തുടരുകയാണ്.